ആൻഡ് വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. അപ്പൊ നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ആയിരുന്നു സഫറോം കി ജുഗൽബന്ദി എന്നുള്ളത് അല്ലെ. ഈ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഖിഡ്കി എന്നുള്ളത്. ഇതൊരു ലഘുകഥയാണ്. അഞ്ജു ഖർബന്ദ എഴുതിയിട്ടുള്ള ലഘുകഥയാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഉറപ്പായിട്ടും വരുന്ന രണ്ട് ചോദ്യങ്ങളാണെന്ത്? ഷോൾ ബേച്ച്നെ വാലി യുവതി റെയിൽഗാഡി കാ അനുഭവ് ലേക്കർ ഡയറി ലിഖ്തി ഹെ. നമ്മുടെ ഷോൾ ബേച്ച്നെ വാലി യുവതി, അവരുടെ പ്രത്യേകത എന്തായിരുന്നു? वो एक शॉल बेचने वाली युवती है, സാവലി സലോനി കച്ചരാരി ആംഖോം വാലി യുവതി ഹെ അല്ലേ. അപ്പൊ അവരുടെ ഡയറിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കിയാലോ. അപ്പോ ഒരു ഡയറി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ദിൻ, താരീഖ് അല്ലെ, ഡേറ്റും ദിവസവും നമ്മൾ കൊടുക്കണം. ആജ് കാ ദിൻ മേ കൈസേ ഭൂലൂം, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും എന്ന് പറഞ്ഞ് ആ യുവതി ഡയറി തുടങ്ങി. സാരേ ദിനോം കെ ജൈസേ ആജ് ബി, എല്ലാ ദിവസത്തെയും പോലെ ഇന്നും റെയിൽഗാഡി മേ ഷോൾ ബേച്ച്നെ കെ ലിയെ ഗയി, റെയിൽഗാഡിയിൽ ഷോൾ വിൽക്കാൻ വേണ്ടി പോയി. സുബഹ സേ ലേക്കർ ദോപഹർ തക് കോയി ബിക്രി നഹി ഹുയി थी. രാവിലെ മുതൽ എന്താ ദോപഹർ തക്, ഉച്ച വരെ എന്ത് സംഭവിച്ചിട്ടില്ല? ഒരു വിൽപ്പനയും നടന്നിട്ടില്ല. ഭാരി ഖട്ടർ ഉഠായെ ബഹുത് ദക് ഗയി, വളരെ വലിയ ആ ഒരു ഭാണ്ഡക്കെട്ട് എടുത്തിട്ട് വളരെയധികം ക്ഷീണിതയായി. ജനറൽ കോച്ച് മേ കഹീ ജാനെ വാലെ ഏക് പരിവാർ കോ ദേഖാ ഹെ, ആ സമയത്താണ് ജനറൽ കോച്ചിലെ എങ്ങോട്ടോ പോകുന്ന ഒരു കുടുംബത്തെ കണ്ടുമുട്ടിയത് അല്ലെ. ബഡി പ്രതീക്ഷ സേ ഉൻകെ പാസ് ഗയി, വളരെയധികം പ്രതീക്ഷയോടുകൂടി അവരുടെ അടുത്തേക്ക് പോവാണ് അല്ലെ. പരിവാർ കി സ്ത്രീ സേ ഷോൾ ലേനെ കാ ആഗ്രഹ കിയ, ഷോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം, നിങ്ങൾ ഇത് വാങ്ങിക്കൂ എന്ന് നമ്മുടെ കുടുംബത്തിലുള്ള ആ ഒരു സ്ത്രീയോട് അവർ പറയാണ്. ദാം പൂച്ച്നെ പർ മേനെ एक पीस को 250 रुपये बताया. അപ്പൊ എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അവരോട് അതിന് 250 രൂപയാണെന്ന്. തബ് സ്ത്രീനെ ബതായാ ഹെ കി യേ തോ മെഹംഗി ഹൈ, അത് വളരെയധികം വില കൂടുതലാണെന്ന് അവർ പറഞ്ഞു. ദാം കം കർക്കെ ദേ തോ ഖരീദോങ്കി, വില കുറച്ച് തരുകയാണെങ്കിൽ അവർ വാങ്ങിച്ചോളാം എന്ന് അവർ പറയാണ്. मैंने बताया कि ज्यादा पीस ले तो एक पीस 200 रुपये को दूंगी, ഒരുപാട് പീസുകൾ വാങ്ങുകയാണെങ്കിൽ, ഒരുപാട് ഷോളുകൾ വാങ്ങിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ 200 രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞു. ബഹുത് തോൽമോൽ കെ ബാദ് ഏക് പീസ് 150 രൂപയെ കോ തൈ കിയ, ഒരു പീസിന് 150 രൂപ വെച്ചിട്ടാണ് അവർ സമ്മതിച്ചത് എന്ന് പറയാണ്. തബ് മേരി ആംഖേം ഭർ ആയി, അപ്പൊ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. ക്യാ കരൂ ഹെ തോ ബച്ചേ ഭൂഖേ രഹോങ്കേ, എന്താണ്? എന്ത് ചെയ്യും? എന്റെ കുട്ടികളൊക്കെ എന്താണ്? ഭൂഖേ രഹേങ്കേ, അതായത് വിശന്നിരിക്കൂലേ. ഗരീബോം കാ ജീവൻ ऐसा ही है, പാവപ്പെട്ടവരുടെ ജീവിതം എപ്പോഴും ഇങ്ങനെയാണ്. സഹനാ പടേഗ, അത് സഹിക്കുക തന്നെ എന്ന് അവര് പറയാണല്ലേ. അടുത്തതായി നമുക്ക് നോക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഫേരിവാല, അതായത് വിൽപ്പനക്കാരുടെ ജീവിതം അതെങ്ങനെയാണെന്നുള്ളതാണ്. ഫേരിവാലെ കാ ജീവൻ. ഹം രാസ്തേ പർ ഫേരി വാലോം കോ ദേഖ്തേ ഹെ, നമ്മൾ റോഡരികിലൊക്കെ ഇത്തരത്തിലുള്ള വിൽപ്പനക്കാരെ കാണുന്നുണ്ടല്ലേ. സുബഹ സേ ലേക്കർ ഷാം ബഡി ദേർ തക് വേ സിർ പർ സാമാൻ ലാദ് കർ ബേച്തേ ഹെ, അതായത് രാവിലെ മുതൽ സുബഹ സേ ലേക്കർ ഷാം, രാവിലെ മുതൽ വൈകുന്നേരം വരെ വലിയ വലിയ ഭാണ്ഡക്കെട്ടുകളൊക്കെ യൂസ് ചെയ്തിട്ട് അതൊക്കെ ഉപയോഗിച്ചിട്ട് നടന്നു പോകുന്ന കുറെ ആളുകളെ നമ്മൾ കാണാറുണ്ട്. കുച്ച് ലോഗ് ഉൻകോ അവക്യാസേ ദേഖ്തേ ഹെ, കുറച്ച് ആളുകളൊക്കെ അവരെ വളരെ പുച്ഛത്തോടു കൂടിയാണ് നോക്കുന്നത്. അധികാംശ ലോഗ് ഫേരി വാലോം സേ തോൽമോൽ കർക്കെ ഹി സാമാൻ ഖരീദത്തെ ഹെ, ഒരുപാട് ആളുകളും എന്താണ്? ബാർഗെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു സാധനങ്ങൾ അവരിൽ നിന്നും വാങ്ങുന്നത്. ഫേരി വാലെ ദാം ജിത്നാ കം ബതായേ തോ ഭി ഉസ്സേ ഭി ജ്യാദാ കം കർക്കെ ഗ്രാഹക് ഖരീദന ചാഹത്തെ ഹെ, അപ്പോ ഫേരി വാല, വിൽപ്പനക്കാർ എത്ര വില പറഞ്ഞാലും അത് കുറച്ചിട്ട് മാത്രമേ നമ്മുടെ ആര് വാങ്ങിക്കുള്ളൂ? ഈ വാങ്ങിക്കുന്ന ആളുകൾ ചെയ്യുള്ളൂ അല്ലെ. നോക്കൂ, യേ സമാജ് കി വിശേഷത ഹെ, അത് സൊസൈറ്റിയുടെ ഒരു വിശേഷതയാണ്. ഹം സോച്നാ ഹെ കി, നമ്മൾ ചിന്തിക്കുകയാണ്. ഇസ് പ്രകാർ സാമാൻ ബേച്ചുകർ, ഇതുപോലെ സാധനങ്ങൾ വിറ്റ് മിൽനെ വാലെ പൈസേ സേ, അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് വേ അപ്നി ഗരീബി ദൂർ കർത്തേ ഹെ, അവരവരുടെ എന്ത് ഗരീബി ദൂർ കർത്തേ ഹെ, ആ ഒരു ദാരിദ്ര്യം മാറ്റുന്നത് അങ്ങനെയാണ്. ഫേരി വാലെ ബി ഹമാരെ ജൈസേ സാമാജിക് പ്രാണി ഹെ, ഇത്തരത്തിലുള്ള ഫേരി വാലയും നമ്മളെ പോലെയുള്ള സാമാജിക് പ്രാണിയാണ്, അതുപോലെ മനുഷ്യനാണ്. ഇസ്ലിയെ ഫേരി വാലോ സെ സഹാനുഭൂതി പ്രകട് കർന ഹമാര കർത്തവ്യം, അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവരെയും എന്ത് ചെയ്യുക? സ്നേഹിക്കുക, അവരെയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കേണ്ടത്. കഴിഞ്ഞ തവണയൊക്കെ വന്നത് PYQ റിപ്പീറ്റ് ആയിട്ടാണ്. ഇത്തവണ മാറ്റി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം
വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ മാക്സിമം കുട്ടികളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ 12-ാം തീയതി രാത്രി കൃത്യം 7 മണിക്കുള്ള ലൈവിൽ നിങ്ങൾ വരാൻ മറക്കരുത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ബൈ.